മാസങ്ങളായി അന്താരാഷ്ട്ര സമൂഹത്തെ കടുത്ത ആശങ്കയിലാഴ്ത്തിയ പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് താൽക്കാലിക ശമനമേകിക്കൊണ്ട് US-ഇറാൻ ചർച്ചകൾ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നതായി സൂചന. പുതിയ സമാധാന ഉടമ്പടിയുടെ ഭാഗമായി തങ്ങളുടെ പക്കലുള്ള ഉയർന്ന അളവിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം പൂർണ്ണമായും ഉപേക്ഷിക്കാൻ ഇറാൻ തത്വത്തിൽ സമ്മതിച്ചതായി മുൻനിര അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഈ വാർത്തകളെ പാടെ തള്ളിക്കൊണ്ട് ഇറാനിയൻ ഔദ്യോഗിക മാധ്യമങ്ങൾ രംഗത്തെത്തിയത് പുതിയ ആശയക്കുഴപ്പങ്ങൾക്ക് വഴി തെളിച്ചിട്ടുണ്ട്. അമേരിക്ക, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളുമായി മാസങ്ങളായി തുടരുന്ന സൈനിക സംഘർഷങ്ങൾക്കും ആഗോള സാമ്പത്തിക മേഖലയെ ഉലച്ച ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത പ്രതിസന്ധിക്കും ശാശ്വത പരിഹാരം കാണാനുള്ള വലിയൊരു നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായാണ് ഈ ധാരണയെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഒന്നിലധികം ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ അളവിലുള്ള ഉയർന്ന സമ്പുഷ്ട യുറേനിയം നിലവിൽ ഇറാന്റെ പക്കലുണ്ടെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗവും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും വിശ്വസിക്കുന്നത്. ഈ ശേഖരം പൂർണ്ണമായി നീക്കം ചെയ്യാതെ യാതൊരുവിധ സമാധാന ചർച്ചകൾക്കുമില്ലെന്ന കർശന നിലപാടിലായിരുന്നു വാഷിംഗ്ടൺ. രണ്ട് മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം തങ്ങളുടെ യുറേനിയം ശേഖരം രാജ്യാന്തര മേൽനോട്ടത്തിൽ കൈമാറാൻ ഇറാൻ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഈ യുറേനിയം ഏത് രാജ്യത്തേക്കാണ് മാറ്റുക, അത് എപ്രകാരം കൈകാര്യം ചെയ്യും തുടങ്ങിയ സാങ്കേതികവും തന്ത്രപരവുമായ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നടക്കുന്ന ഉന്നതതല ചർച്ചകളിൽ മാത്രമേ തീരുമാനിക്കപ്പെടുകയുള്ളൂ.